ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ മലപ്പുറംകാർ ആദ്യം ആലോചിക്കുന്നത് വയനാടാണ്. അവിടെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി കുടുംബത്തോടൊപ്പം പോകാൻ പറ്റിയ സ്ഥലം. മഴയോരങ്ങളിൽ നമുക്കായി ഒരുക്കി വെച്ച രുചികൾ കഴിച്ച് ചുരം കയറി അങ്ങനെ പോയത് നേരെ 900 കണ്ടിയിലോട്ടാണ്. ഇവിടെ സ്വർഗമാണ്. കോടമഞ്ഞും ചെറിയ മഴത്തുള്ളികളും മേലെ കൊണ്ട് നേരെ ട്രെക്കിംഗ്. വയനാട് മേപ്പാടിക്കടുത്താണ് 900 കണ്ടി സ്ഥിതി ചെയ്യുന്നത്. ആറ് കിലോമീറ്ററിലധികം ഓഫ് റോഡ് യാത്ര കഴിഞ്ഞ് വേണം ഈ മനോഹരമായ സ്ഥലത്ത് എത്തിച്ചേരാൻ. മലനിരകളും തേയിലത്തോട്ടങ്ങളും കയറി അങ്ങനെ അവസാനം ഞങ്ങൾ 900 കണ്ടിയിലെ സ്കൈ പാർക്കിൽ എത്തിച്ചേർന്നു. പ്രധാന അതിശയം ഇവിടെയുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ്. ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ ഇനി ചൈനയിൽ പോവണ്ട, വയനാട്ടിൽ പോയാൽ മതി. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇത്. ഏകദേശം 100 അടിയോളം ഉയരത്തിലാണ് ഈ പാലം നിലകൊള്ളുന്നത്. സഞ്ചാരികൾക്ക് ദൃശ്യവിസ്മയമായാണ് ഈ കണ്ണാടി പാലം സ്ഥിതി ചെയ്യുന്നത്. തൊള്ളായിരം കണ്ടി സിനിമയായതോടെയാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥലം ഞാനടക്കമുള്ള ആളുകൾ ചെയ്യാൻ തുടങ്ങിയത്. സ്വന്തം റിസ്കിൽ മാത്രം ചുറ്റിക്കറങ്ങാൻ കഴിയുന്ന സ്ഥലമാണ് 900 കണ്ടി. മേപ്പാടിയിൽ നിന്നും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി 10 കിലോമീറ്റർ പോയാൽ 900 കണ്ടിയിലേക്കുള്ള വഴിയെത്തും. കാടിന്റെ ഉള്ളിലേക്ക് പോയാൽ ആരും കാണാതെ കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. അവിടേക്ക് പ്രവേശിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ധാരാളം വന്യമൃഗങ്ങളാണ് ഇവിടെയുള്ളത്. രാത്രിയായാൽ ആനയും മറ്റു മൃഗങ്ങളുമൊക്കെ സ്വതന്ത്രരായി വിഹരിക്കുന്ന സ്ഥലം കൂടിയാണ് ഇവിടെ. പ്രധാന അതിശയം ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. പിന്നെ ട്രീ ടോപ്പിൽ നിന്നുമുള്ള വ്യൂ അതിമനോഹരമാണ്. മലമുകളിൽ നിന്ന് കോടമഞ്ഞ് പൊഴിയുന്നത് വ്യക്തമായി കാണാൻ സാധിക്കും.